എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചുക്കപ്പമാണ്. ഇതിനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ കുഞ്ഞുള്ളി അരിഞ്ഞത്, 2 കപ്പ് വെള്ളം, 2 കപ്പ് വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി, 1 മുട്ട, കുറച്ച് കരിഞ്ജീരകം. ഇനി നമുക്കൊരു ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് അത് നെയ്യൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ നെയ്യ് നന്നായി മെൽറ്റായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ വെള്ളം എടുക്കുന്നത് അതേ പാത്രത്തിൻ്റെ അളവിൽ തന്നെ വേണം നമുക്ക് അരിപ്പൊടി കൂടി എടുക്കാൻ. ഇനി ഈ അരിപ്പൊടി നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് നന്നായി ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടിക്ക് 1 മുട്ട എന്ന തോതിൽ 1 മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചുക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ആദ്യം ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് അത് നീളത്തിൽ ചെറിയ വടി പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഓരോ വടി പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ പൊട്ടിച്ചെടുത്തിട്ട് അത് ചെറിയ റൗണ്ടിൽ ഉണ്ടകളാക്കി എടുത്തിട്ട് അതൊന്ന് കൈ കൊണ്ട് നടുഭാഗത്തൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ചെറിയ ഷേപ്പിൽ വട്ടത്തിലാക്കി ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പിന് വിളിക്കുകയാണെങ്കിൽ അവർക്കും കൂടുതൽ ഇഷ്ടമായിരിക്കും. നമുക്കും അത് പെട്ടെന്ന് തന്നെ ചെയ്ത് ഉണ്ടാക്കി തീർക്കാനും പറ്റും. നമുക്ക് കുറച്ച് നമ്മൾ ഇതുപോലെ ചെറിയ വട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് പരത്തിയിട്ട് കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ളത് കുറച്ചുകൂടി നമുക്കൊന്ന് വലിയ റൗണ്ടിലാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനു വേണ്ടി കുറച്ച് പൊടി വിതറിയതിന് ശേഷം അതിലേക്ക് മാവ് വെച്ച് നന്നായി പരത്തിയതിന് ശേഷം ഒരു കുക്കി കട്ടർ എങ്ങാനും വെച്ചിട്ട് കുറച്ച് വലിപ്പത്തിൽ നമുക്കൊന്ന് റൗണ്ടിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഈ റൗണ്ടിലുള്ള ചുക്കപ്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചുക്കപ്പത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചുക്കപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഇനി ബാക്കി നമ്മൾ കുറച്ച് വലിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ചുക്കപ്പം, അതുകൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിയായ ഒരു പലഹാരമാണ് ഈ ചുക്കപ്പം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്